നമസ്കാരം. സുഭാഷിതം. ശ്രോത്രം ശ്രുതേനൈവ ന കുണ്ഡലേന ദാനേന പാണിർന തു കങ്കണേന വിഭാതി കായ കരുണാപരാണാം പരോപകാരേണ ന ചന്ദനേന. ഈ കരുണയിൽ താല്പര്യം ഉള്ള സജ്ജനങ്ങളുടെ ചെവികൾ ശ്രവണമാണ്, പക്ഷേ ശാസ്ത്രശ്രവണം കൊണ്ട് തന്നെ ശോഭിക്കുന്നു, മറിച്ച് കുണ്ടലങ്ങളാലല്ല. അപ്പോൾ കരുണ, ദീനത, കരുണ, നല്ല മനസ്സുണ്ടല്ലോ, ആ കരുണയിൽ അങ്ങനെ താല്പര്യമുള്ളവരുടെ ചെവികൾ ശോഭിക്കുന്നത് നല്ല ശാസ്ത്രങ്ങൾ കേൾക്കുമ്പോഴാണ് അവരുടെ ആ ചെവികൾ ശോഭിക്കുന്നത് എന്നാണ് ഒരർത്ഥം. രണ്ടാമത് എന്നിട്ട് അത് പറയുന്നത് വെറും കുണ്ടലങ്ങളുടെ ആഭരണങ്ങളിലല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കൈകൾ ദാനം കൊണ്ട് ശോഭിക്കുന്നു, അല്ലാതെ വളകൾ അണിഞ്ഞിട്ടല്ല കൈക്കുള്ള ആഭരണം. അപ്പം അല്ലെങ്കിൽ കൈക്കുള്ള ആ ഭംഗി കാണേണ്ടത് എന്തുകൊണ്ട്? വള കൊണ്ടല്ല, പിന്നെയോ നമ്മൾ ദാനം ചെയ്ത് ആ കൈ ശോഭിക്കണം എന്നാണ് പറയുന്നത്. ശരീരമാകട്ടെ പരോപകാര വൃത്തികൾ കൊണ്ട് ശോഭിക്കുന്നു. ശരീരം എങ്ങനെയാണ് സുന്ദരമാക്കുന്നത്? സൗന്ദര്യമുള്ള ശരീരമാക്കുക എന്ന് പറയുമ്പോൾ ഈ ചന്ദനലേപനാദികൾ പുരട്ടിയൊന്നും അല്ല, പിന്നെയോ ആ ശരീരം കൊണ്ടുള്ള സത്പ്രവർത്തികൾ ചെയ്തിട്ടാണ് ശരീരം ശോഭിക്കേണ്ടത് എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പം നമ്മളുടെ ആഭരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വളകളെക്കുറിച്ച് പറയുന്നുണ്ട്, ചന്ദന ലേപന ആദികളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ കുറിക്കൂട്ടുകളൊന്നും അല്ല ശരീരത്തിൽ ശോഭിക്കുന്നത്, കൈകൾക്ക് ശോഭിക്കുന്ന വളകളല്ല. ശ്രവണങ്ങൾ, നല്ല ശാസ്ത്ര ശ്രവണങ്ങൾ കൊണ്ടാണ് ചെവിക്ക് അതിൻ്റെ ശോഭ ഉണ്ടാകുന്നത്, അല്ലാതെ ആഭരണങ്ങൾ അണിഞ്ഞിട്ടല്ല എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. ഇതാണ് ഈ സുഭാഷിതത്തിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കർമ്മങ്ങളുണ്ട്. അപ്പോൾ അത് കൃത്യമായി ചെയ്യാൻ സുഭാഷിതങ്ങളെ പോലുള്ള ചില സദ്വചനങ്ങൾ അത് നമുക്ക് ഗുണകരമായി മാറും എന്നാണ് ഈ സുഭാഷിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമസ്തേ.